ഫാസിസ്റ്റുകൾക്കെതിരെ പോരാട്ടം നടത്തുന്നത് ഇടതുപക്ഷമെന്ന് തേജസ്വിനി യാദവ്. ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്നത് LDF. അതിനാലാണ് കേരളത്തിലെ LDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയതെന്ന് RJD നേതാവും ബീഹാർ പ്രതിപക്ഷ നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ്. മത സൗഹാർദ്ദവും അടിസ്ഥാന സൗകര്യ വികസനവും മൂല്യധന നിക്ഷേപവുമുള്ള നാടാണ് കേരളം. ബീഹാർ എന്നെങ്കിലും കേരളത്തെ പോലെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫാസിസ്റ്റ് നയങ്ങളോട് ഒരിക്കലും സന്ധി ചെയ്യാൻ പാടില്ല എന്നാണ് തന്റെ പിതാവായ ലാലു പ്രസാദ് യാദവ് തന്നോട് പറഞ്ഞിട്ടുള്ളത്. ഫാസിസ്റ്റ് നയങ്ങളോട് സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന മുന്നണിയാണ് LDF. അതിനാലാണ് താൻ LDFന്റെ പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തതെന്നും തേജസ്വിനി യാദവ് പറഞ്ഞു. പൊന്നാനി LDF മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MK സക്കീറിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു തേജസ്വിനി യാദവ്. RSSും BJPയും വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് ഉപയോഗിക്കുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഒന്നും പ്രധാനമന്ത്രിക്ക് താല്പര്യമില്ല. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് അടിയറവ് വെക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. മനുഷ്യരുടെ പട്ടിണിയോ വിലക്കയറ്റമോ തൊഴിലില്ലായ്മയോ ഒന്നും പ്രധാനമന്ത്രിക്ക് വിഷയമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കേരള സർക്കാർ സ്വീകരിച്ച വികസന മാതൃക പ്രശംസനാതീതമാണ്. കോവിഡിന്റെ സമയത്തും പ്രളയത്തിന്റെ സമയത്തും കേന്ദ്ര സർക്കാർ സഹായം നൽകാതിരുന്നിട്ടുകൂടി മികച്ച വികസന കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇച്ഛാശക്തി കൊണ്ടാണ് ഇക്കാര്യങ്ങൾ സാധ്യമായത്. അതിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇനി താൻ കേരളത്തിൽ വരുമ്പോൾ മൂന്നാമതും LDF അധികാരത്തിൽ വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും തേജസ്വിനി യാദവ് വ്യക്തമാക്കി. I have come from a Bihar state, which is the poorest state of the country. And I have come to Kerala, where in Bihar we give examples that Bihar should be like Kerala. We are very proud of Keralam people and the Keralam state. Let us remind ourselves of what we have common. What do we need to focus on? What is it that our fight is about? ഈ വേദിയിൽ അഭിവാദനം ചെയ്യപ്പെട്ട എല്ലാ നേതാക്കളും ഇവരെല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പ്രദേശത്തെ സമ്മേളിതരായ നേതാക്കന്മാരാണ്. ഞാൻ വരുന്നത് ബീഹാറിൽ നിന്നാണ്, രാജ്യത്തെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനം. ഞങ്ങളുടെ സംസ്ഥാനം എന്നെങ്കിലും കേരളത്തെ പോലെ ഒരു പ്രദേശമാവുമെന്ന് ഞാൻ എത്ര ആഗ്രഹിക്കുന്നു. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷയും ദരിദ്രരുള്ള കരുതലും ഞങ്ങൾക്കെന്നും ഒരു മാർഗദർശനമാണ്.